പ്രകാശമാഷ ഇന്നിപ്പോൾ നമ്മളൊരു സെറ്റ് ഓഫ് വ്യവഹാരകാലം കാണുകയായിരുന്നു കോടതിയിൽ. അത് മേരി ടീച്ചർ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തിനടക്കം നല്ല വിമർശനം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എനിക്ക് തോന്നുന്നത് അത് അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. ഇന്നിപ്പോൾ കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട്. ഈ പറയുന്ന 153 കോടി പേപ്പറിൽ മാത്രമാണെന്ന് കഴിഞ്ഞ ആ സിറ്റിംഗിൽ തന്നെ കോടതിക്ക് ബോധ്യപ്പെടുന്നു. കോടതി പറയുന്നു ഞങ്ങൾ മധ്യസ്ഥ വഹിക്കാം എന്ന് കോടതി പറയുന്നു. ഇന്ന് കേന്ദ്രത്തോട് പറയുകയാണ് നിങ്ങൾക്ക് അടിയന്തരമായി സഹായം കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ, പദ്ധതിയുണ്ടോ, അതിന് മറുപടി പറ എന്ന് പറയുന്നുണ്ട്. കോടതിക്ക് ബോധ്യപ്പെട്ടു എന്ന ആത്മവിശ്വാസമുണ്ടോ ശ്രീ എം പ്രകാശൻ? ഇതിൽ വയനാട് പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന BJPയും അതുപോലെ തന്നെ ഈവൻ കോൺഗ്രസ് ഉൾപ്പെടെ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി. ഹൈക്കോടതി വളരെ ഓപ്പൺ കോർട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കുടിശ്ശികൾക്ക് വേണ്ടി ചോദിച്ചത് തങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുവെന്നാണ്. Why would Delhi send settlement of aircraft charges pertaining to 2016-2017 magically on October 24, where in 6 years it was not doing? So when something makes a request, you say you are already in debt. This is the psychology. What we want to do is the removal of these psychological things. ഇത് വളരെ കൃത്യമായിട്ട് ഈ കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ കുറേ കാലമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനക്കുള്ളൊരു മറുപടി തന്നെയാണ്. ഇവിടെ ഇപ്പോൾ എന്താ BJPയുടെ ഗവൺമെൻറ് ഈ കേരളത്തിന് അർഹതപ്പെട്ട കാര്യങ്ങൾ തരാതിരിക്കുന്നതിന് എല്ലാ കാലത്തും കാരണം പറയുന്നത് ചെലവ് തന്നില്ല, ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നില്ല എന്ന കോൺഗ്രസ് ഉൾപ്പെടെ അംഗീകരിക്കുകയാണല്ലോ. കൃത്യമായ നിലക്ക് ആ ചെലവുകളെ സംബന്ധിച്ചെല്ലാം ഉള്ള വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഇന്നത്തെ വിധിന്യായത്തിലൂടെ വളരെ കൃത്യമായിട്ട് ഹൈക്കോടതി പറയുന്നുണ്ട്. ഒരു മേരി ടീച്ചർക്ക് സുപ്രീം കോടതിയാണെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഈ പുതിയ തെരഞ്ഞെടുപ്പ്, വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എന്തോ ഒരു പ്രത്യേകത കേരളത്തോട് കാണിക്കുന്നു. അല്ല, ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് കടമെടുക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമല്ല. 10,000-ലേറെ കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണം എന്ന് കേന്ദ്രത്തോട് പറഞ്ഞത് സുപ്രീം കോടതിയാണ്. നിങ്ങൾ കടമെടുക്കാൻ ഇപ്പോഴോ ഈ കഴിഞ്ഞ ആഴ്ച ഈ കേസ് വന്നപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ ഹൈക്കോടതി? ഇറ്റ് ഈസ് കോൾഡ് കോപ്പറേറ്റീവ് ഫെഡറലിസം. ഇഫ് ദ സ്റ്റേറ്റ് ഈസ് ഇൻ എമർജൻസി ആൻഡ് നീഡ്സ് ഫണ്ട്, who else will be state task? Your norms like utilization certificate are procedural norms, and this is an emergency. You have to make exemption in emergency. ഇത് സെൻട്രൽ ഗവൺമെൻറ് ഹൈക്കോടതി കൊടുത്ത ഡയറക്ഷനാണ്. എന്ന് പറഞ്ഞാൽ ഈ കേരളത്തോട് കാണിച്ചു കൊടുക്കുന്ന ഈ തികഞ്ഞ അന്യായം, ഇതിപ്പോൾ അന്യായമല്ല എന്ന് പറയാനാണല്ലോ BJPയുടെ അഡ്വക്കേറ്റ് ജിജി ശ്രമിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആന്ധ്രക്ക് ചോദിക്കാതെ 3,500 കോടി കൊടുത്തു, നിവേദനം പോലും കൊടുത്തിട്ടില്ല. ബീഹാറിന് അഡ്വാൻസ് ആയിട്ട് വെള്ളപ്പൊക്കം വരാനുണ്ട് എന്ന് കണ്ടിട്ട് 13,000 കോടി കൊടുത്തു. ഇവിടെ പറഞ്ഞ പോലെ തമിഴ്നാടിന് 1,000 കോടി രൂപ കൊടുത്തു. ഇവിടെ ഏതെങ്കിലും കണക്കോ നിവേദനം കൊടുത്തിട്ടാണോ ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം ഇത് കൊടുത്തിരിക്കുന്നത്? കേരളത്തിൻ്റെ കാര്യമാകുമ്പോൾ ചെലവ് നടത്തിയിട്ടില്ല, സ്റ്റേറ്റ്മെൻറ്റ് തന്നില്ല. ഇത് കൃത്യമായി അവിടെ പാർലമെൻറ്റിനൊക്കെ പറയല്ലേ, കേന്ദ്ര ധനകാര്യമന്ത്രി ഉൾപ്പെടെ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് പാർലമെൻറ്റിൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ മുട്ടാപ്പോക്ക് നയാണ്. കേരളത്തിൽ ഒരു കാരണവശാലും കൊടുക്കില്ല എന്നുള്ളതിലേക്കുള്ള നിലപാടെടുത്തുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ കാര്യങ്ങൾ സ്വീകരിക്കുന്നതാണ്. ഇപ്പം ഇന്ന് വളരെ കൃത്യമായിട്ട് കേരള ഗവൺമെൻറ് പറഞ്ഞ കാര്യം ഹൈക്കോടതി അംഗീകരിച്ചു. ആകെ ഇനി ഫണ്ടിനകത്ത് ബാക്കിയുള്ളത് 61 കോടിയാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഇവിടെ BJPയുടെ ആൾ പറഞ്ഞല്ലോ, SDRF-ൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുമോ? ഇന്നത്തെ കോടതി വിധി എന്താ? ഈ നോംസ് എല്ലാം തന്നെ SDRF-ന് ഒഴിവാക്കി കൊടുക്കണം. അങ്ങനെ വന്നാൽ ഈ പറയുന്ന സംഖ്യ എടുത്ത് കേരളത്തിൽ ഉപയോഗിക്കാം. അത് കേന്ദ്രം പരിഗണിക്കണം. ഈ വരുന്ന 15-ാം തീയതിക്കുള്ളിൽ ഇത് പരിഗണിച്ചുകൊണ്ട് കേസ് മാറ്റിവെക്കലെതിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം തികച്ചും കള്ളമാണ് എന്നുള്ളത് വളരെ കൃത്യമായ നിലയ്ക്ക് തന്നെ ഈ കോടതിയുടെ വിധി വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന തികഞ്ഞ അന്യായം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ അന്യായം വെറുതെ ഉണ്ടായതല്ല. ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുമ്പോൾ വയനാടിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് അല്പം നിലപാടിൽ മാറ്റമുണ്ടാക്കുന്നുണ്ടെന്നത് ശരിയാണ്. പക്ഷെ എന്താണ് ഈ കഴിഞ്ഞ 7 കൊല്ലക്കാലമായിട്ട് കോൺഗ്രസ് സ്വീകരിച്ച സമീപനം? കേന്ദ്രം കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് നവകേരള സഭ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഈ കേരളത്തിൽ എല്ലാ പാർട്ടിക്കാരെയും ചേർത്തുകൊണ്ട്, എല്ലാ MLA-മാരും ചേർത്തുകൊണ്ട് എതിർക്കാനല്ലേ കോൺഗ്രസ് മുന്നോട്ടേക്ക് വന്നത്? ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രി, MLA-മാർ, MP-മാർ എല്ലാവരും ചേർന്ന് ഡൽഹിയിൽ സമരം നടത്താൻ തീരുമാനിച്ചു. UDF-നെ കൂടി ചേർത്തുകൊണ്ടല്ലേ സമരം തീരുമാനിച്ചത്? പങ്കെടുക്കാൻ വേണ്ടി UDF കോൺഗ്രസ് ഉണ്ടായോ, ലീഗ് ഉണ്ടായോ? അപ്പോൾ കോടതിയിൽ പോയപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നവരെല്ലാം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തോട് BJP കാണിച്ചുകൊണ്ടിരിക്കുന്ന അന്യായം അതിന് ഒരു രണ്ടാം കക്ഷിയായിട്ട് ഈ നിലപാടെടുക്കാൻ ശരി, അത്